കക്കിരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്വാദാണ് ഈ കറി കൂട്ടി ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട്. നമസ്തേ കുട്ടികളെ, ഇന്ന് ഒരു പച്ചടിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതിന് മുന്നായിട്ട് പറയണ ഇന്ന് എല്ലാവർക്കും ഹനുമാൻ ജയന്തി ആശംസകൾ. ഒന്ന് ഹനുമാൻ്റെ പിറന്നാളാണ്. ധനുമാസത്തിലെ കറുത്ത വാവ് വരുന്ന ദിവസമാണ്. മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രം കറുത്ത വാവും കൂടിയ ദിവസമാണ് ഹനുമാൻ ജയന്തി വരിക സാധാരണയായിട്ട്. പക്ഷേ നക്ഷത്രം വന്നില്ലെങ്കിലും നമ്മളെല്ലാം എടുക്കാൻ തിഥിയാണ് എടുക്കാറുള്ളത്. ആ കറുത്ത വാവ് ധനുമാസത്തിലെ കറുത്ത വാവ് വരുന്ന അന്നാണ് ഹനുമാൻ ജയന്തി ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഹനുമാൻ ജയന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ഹനുമാൻ. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്രതം എടുക്കും, അതിന് അമ്പലങ്ങളിൽ ദർശിക്കും. അതുമാതിരി തന്നെ നോൺ വെജ് കഴിക്കുന്നവർ കഴിക്കാതിരിക്കും, ശ്രീരാമനാമം എഴുതുക, ശ്രീരാമജയം എന്ന് എഴുതുക. ഇതൊക്കെ ചെയ്താൽ വളരെ നല്ലതാണ്. അതുമാതിരി തന്നെ ഇന്നത്തെ ദിവസം എന്നും രാമായണം വായിക്കേണ്ടതാണ്. കൂടെ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് രാമായണം വായിക്കണം എല്ലാവരും. ഇനി എനിക്ക് 2 ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കക്കിരിക്ക, വെള്ളരിക്കയല്ല ഇത്. ഇപ്പോൾ വെള്ളരിക്ക എന്ന് പറഞ്ഞതിന് മുകളിലിങ്ങനെ ഇതുണ്ടാവില്ല, ഈ കുത്ത് ഉണ്ടാവില്ല, ഒരു മുള്ള് മാതിരി ഉണ്ടാവും. ഇത് കക്കിരിക്ക. പണ്ടൊക്കെ ഉള്ള വീടുകൾക്കൊക്കെ അറിയുണ്ടാവും. ഇത് വീടുകളിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ. എൻ്റെ കൂട്ടുകാരി തന്നതാണ്. അതിൻ്റെ പച്ചയാണ് ഇത് പച്ച കക്കരിക്ക. ഇത് നമുക്ക് സാലഡായിട്ട് കഴിക്കാം, പച്ചടിയായിട്ടും കഴിക്കാം, വെറുതെ കുക്കുംബറൊക്കെ കഴിക്കില്ലേ, അതുമാതിരി കഴിക്കാം. ധാരാളം വെള്ളത്തിൻ്റെ അംശങ്ങളുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് പച്ചടി ചെയ്യാം. പച്ചടിക്ക് ഞാനിത് തോല് ചെത്തി കൊണ്ടുവരട്ടെ കേട്ടോ. തോല് ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവരണം. എന്നിട്ട് വേണം നമുക്കിത് വേവിക്കാൻ. അപ്പോൾ ഇതാദ്യം നമുക്ക് അരിഞ്ഞു കൊണ്ടുവരാം. എനിക്കിപ്പോൾ ഇത് മുഴുവൻ വേണ്ട, ഇതിന് ഒരു ചെറിയൊരു കഷ്ണം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പകുതിക്ക് മുക്കാൽ ഇതെടുത്ത് വെക്കാം. ഇതേമാതിരി വെള്ളരിക്ക, കുമ്പളങ്ങ, മത്തങ്ങയൊക്കെ നമ്മൾ ഇതേമാതിരി മുറിച്ച് കഴിഞ്ഞാൽ നമുക്കിത് പുറത്ത് വെച്ചാലും ചീഞ്ഞു പോവും, ഫ്രിഡ്ജിൽ വെച്ചാലും ഇങ്ങനത്തെ വെള്ളമുള്ള പച്ചക്കറികളൊക്കെ ചീഞ്ഞു പോകാറുണ്ട്. അങ്ങനെ ചീഞ്ഞു പോവാതിരിക്കാൻ നമുക്ക് ഒരു സൂത്രം പറഞ്ഞു തരാം. കുറച്ച് ഉപ്പും പൊടി ഉണ്ടല്ലോ, കല്ലുപ്പായാലും സാരില്ല, പൊടിയുപ്പായാലും സാരില്ല. ഇതിന് മുകളിൽ കുറച്ച് തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വിനീഗർ ആയാലും മതി. തേച്ച് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും പുറത്ത് വെച്ചാലും കേട് വരില്ല. പിന്നെ ഇപ്പം ഇല്ല വെച്ചാൽ നമ്മൾ ഫുഡൊക്കെ കവർ ചെയ്യുന്നൊക്കെ പേപ്പർ ഉണ്ടല്ലോ, ആ കവർ ചെയ്ത് വെച്ചാലും മതി കേട്ടോ. ഇപ്പം നമുക്ക് പണ്ടൊക്കെ നമ്മൾ നാരങ്ങ നീരോ അല്ലെങ്കിൽ മെയിനായിട്ട് ഉപ്പ് തന്നെയാണ്. ഉപ്പ് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് കേട് വരില്ല. എനിക്ക് അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. കക്കരിക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതേമാതിരി അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കത് കൽച്ചട്ടിയിലിട്ട് വേവിക്കാം. ഞാൻ കൽച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കക്കരിക്ക കഷ്ണം ഇട്ട് കൊടുക്കാം. ഈ കഷ്ണത്തിലേക്ക് നമുക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം, വേവുള്ളത്. ഇതിൽ മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇതിൽ വെറും പച്ചമുളകും നാളികേരും ജീരകത്തിന് പകരം നമ്മൾ കടുകാണ് അരച്ച് കൊടുക്കുന്നത്. കടുക് അരച്ച് കൊടുത്ത് നമ്മൾ കടുക് മുളക് വറുത്തിടാൻ പതിവ്. അപ്പോൾ ഇത് വേവട്ടെ. അപ്പോൾ നമുക്ക് നാളികേരും പച്ചമുളകും കൂടി അരച്ച് കൊണ്ടുവരാം. അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. നല്ല കട്ട തൈരാണ് അവിടെ നല്ലത്, പുളിച്ച കട്ട തൈരാണ് നല്ലത്. അത് അരച്ചിട്ട് കൊണ്ടുവരാം. കക്കരിക്ക നല്ലോണം വെന്തുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതിൽ ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാണ് കേട്ടോ, കല്ലുപ്പിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങയും കടുകും തൈരും പച്ചമുളകും കൂടി അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മൾ അരപ്പ്. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വെള്ളമില്ലാതെയാണ് തേങ്ങ അരച്ചിരിക്കണത്. തൈര് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ തേങ്ങയുടെ കൂടെ. അപ്പോൾ നല്ല കട്ടിയായിട്ട് അരച്ച് കിട്ടും നമുക്ക്, വെള്ളമില്ലാത്ത കാരണം. മഞ്ഞൾപ്പൊടി മുളകും പൊടി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് പത വന്നാൽ കടുക് അധികം എന്താ ഒരു ചൊയ വരും. ഇങ്ങനെ പത വന്നുകൊണ്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് കടുക് മുളക് വറുത്തിടാൻ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉണക്കമുളക് വറുത്തിടുന്നതിന് പകരം ഞാൻ കൊണ്ടാട്ടമുളകില്ലേ, നമ്മൾ തൈര് മുളകൊക്കെ കൊണ്ടാട്ടമുളക് അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് അങ്ങനെ വറുത്തിട്ടിട്ട് നമ്മളത് കൂട്ടാനിന് കഴിക്കുമ്പോൾ നല്ല സ്വാദാണ്. കൂട്ടാനും കൂട്ടുന്നതോട് കൂടി തന്നെ ഈ മുളകും കടിച്ച് കഴിക്കാൻ നല്ലൊരു സ്വാദാണ്. അതും മോര് കൂട്ടാനും അതുമാതിരി ഉള്ള പുളിയുള്ള കൂട്ടാനിൽ ഇട്ടിട്ട് ഇതുമാതിരി വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഈ മുളകിന് നല്ലൊരു സ്വാദ് കിട്ടും. അതിലേക്ക്
കരുവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് കറിയിൽ ഒഴിക്കാം. പച്ചടിയിലേക്ക് നമുക്ക് വറവിട്ട് കൊടുക്കാം. നല്ലൊരു സ്വാദാണ് കേട്ടോ ഈ കൊണ്ടാട്ടമുളക് വറുത്തിട്ട് കഴിഞ്ഞാൽ. കക്കിരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്വാദാണ് ഈ കറി കൂട്ടി ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട്. സൈഡ് കറിയായിട്ടും ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ 2 പേരൊക്കെ ഉള്ളവർക്ക് നമ്മുടെ വീട്ടിൽ ഉച്ചയ്ക്ക് ഊണിന് ഇത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കറിയോട് കൂടി തന്നെ ഈ കൊണ്ടാട്ടമുളകും കൂടെ കടിച്ച് കഴിക്കാൻ നല്ല ഒരു സ്വാദാണ്. പുളിയും എരിവും ഒക്കെ കൂടുതലുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ഈ കറി കൂട്ടി നമുക്ക് ഉച്ചയ്ക്ക് ചോറുണ്ണാം. അതിന് സൈഡ് ഡിഷായിട്ട് നമുക്ക് കയ്പ്പയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.